ചില നേരങ്ങളിൽ നിന്റെ സ്വഭാവം എനിക്കൊട്ടും ദഹിക്കുന്നില്ല കേട്ടോ. അതിപ്പോ ഞാനെന്ത് തെറ്റിയതെന്ന് അമ്മായി പറയുന്നേ? നീ വൈകുന്നേരത്തിനുള്ളിൽ എനിക്കൊരു മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് ഡാ ഇപ്പൊ രാത്രിയായി, ഒരനക്കോ ഇല്ല ഇതുവരെ. ഓ, അതാണോ കാര്യം? ആ, അത് തന്നെയാ കാര്യം. സൽസ്വഭാവിയും ശാലീന സുന്ദരിയുമായ മിസ് ശ്രീലക്ഷ്മിയെ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അതാണ് ചോദ്യം. അതിന്റെ ഉത്തരവാ നീ പറയേണ്ടത്. ആ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം, അത്രേ ഉള്ളൂ. അങ്ങനെ ഉഴപ്പരുത്. നിനക്ക് ഓക്കെ ആണോ അല്ലയോ അത് പറയ. നീ പറയടാ. നീ എന്താ പൊട്ടനാണോ? ചെവി കേട്ടൂടെ നിനക്ക്? പറഞ്ഞല്ലോ അമ്മേ, ആ കുട്ടിക്കും വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന്. നീ അവരുടെ കാര്യം വിട്, നിന്റെ കാര്യം മാത്രം പറ. നീ ഓ, എന്റെ ശ്രീലക്ഷ്മി, ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹെർ ഡിസിഷൻ. എന്ത് ഡിസിഷൻ? ആ കുട്ടി എന്തിനു വേണ്ടാന്ന് പറയണം? അവള് സമ്മതിക്കുന്ന എനിക്ക് ഉറപ്പാ. എന്റെ മകൻ സുന്ദരനാ. ഏത് പെണ്ണും ഇഷ്ടപ്പെടും നിന്നെ. അയ്യോ, പുകഴ്ത്തി നശിപ്പിക്കല്ലേ. ജീവിച്ച് പൊക്കോട്ടെ ഞാൻ. അതെ, ജീവിക്കാൻ വേണ്ടി തന്നെ. നീ സുഖമായി ജീവിക്കാൻ വേണ്ടിയാ വിവാഹം കഴിക്കാൻ പറയുന്നേ. അവള് നല്ല കുട്ടിയാടാ, നിനക്ക് നന്നായിട്ട് ചേരും. എന്തായാലും നീ പകുതി സമ്മതം മൂളിയത് തന്നെ വലിയ ആശ്വാസമായി. താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് എനിക്കല്ല പറയേണ്ടത്, മിസ്റ്റർ രവിചന്ദ്രവർമ്മന. അദ്ദേഹമാണ് ഉപദേശിച്ചത് പ്രായം കൂടിയ വിവാഹത്തിന് അതൊരു തടസ്സമാകുന്നു. ആഹാ, അപ്പോ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഉപദേശത്തിന് വലിയ സന്തോഷം. ആ, നാളെ നമ്മൾ അവരുടെ പൂജയ്ക്ക് അമ്പലത്തിൽ പോകുമല്ലോ. അപ്പൊ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുകയും താങ്ക്സ് പറയുകയും ചെയ്യാം. ഹീസ് എ നൈസ് ജെന്റിൽമാൻ ശ്രീലക്ഷ്മി. ശരി, നിന്റെ മനസ്സ് അദ്ദേഹം മാറ്റിയെടുത്തെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ തീർച്ചയായും കണ്ട് നന്ദി പറഞ്ഞേ പറ്റൂ. സന്യാസത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന എന്റെ മകനെ തിരികെ കൊണ്ടുവന്നല്ലോ. താങ്ക്സ് ടു രവിചന്ദ്രവർമ്മൻ. താങ്ക്സ് എ ലോട്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി സംസാരിക്കുന്നേ. സച്ചിദാനന്ദന്റെ അമ്മ. നമസ്കാരം സീനിയർ ശ്രീലക്ഷ്മി മാഡം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെ ഒരു വിളി പ്രതീക്ഷിച്ചതില്ലല്ലോ. അത് പിന്നെ വളച്ചു ചുറ്റി സംസാരിക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് നേരിട്ട് തന്നെ ചോദിക്ക. എന്തായി അവിടുത്തെ തീരുമാനം? അത് പിന്നെ തീരുമാനം എന്താന്ന് വെച്ചാ അത് മാഡം തന്നെ ഇങ്ങ് പറഞ്ഞോളൂ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മാഡം പറയുന്നത് പോലെ തന്നെ നമുക്ക് തീരുമാനിക്കാം. എന്ന് ചോദിച്ചാ എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റൂ. കൊറേ കാലമായിട്ട് ഞാൻ മകനെ വിവാഹത്തിന് നിർബന്ധിക്കുക. ഇപ്പോഴാ പോസിറ്റീവായിട്ടൊരു മറുപടി അവൻ പറഞ്ഞത്. അതിന് കാരണക്കാരി നിങ്ങളുടെ മകളാണോന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ എനിക്കറിയില്ല. എന്തായാലും അവൻ സമ്മതിച്ചു. ആ സ്ഥിതിക്ക് ഇതിനി നീട്ടിക്കൊണ്ടു പോവാൻ വയ്യ. ഇപ്പൊ തന്നെ 2-3 ആഴ്ചത്തെ സമയത്തില് 3 ദിവസം ഓൾറെഡി കഴിഞ്ഞുപോയി. ഇനി മറുപടി പറയേണ്ടത് നിങ്ങളാ, ശ്രീലക്ഷ്മിയുടെ മാതാപിതാക്കള്. മനസ്സിലായി. മാഡത്തിന്റെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും. ഇനി ആകെയുള്ളത് വീട്ടിൽ ഇതിനെപ്പറ്റി ഒന്നുകൂടി സംസാരിക്കണം, അത്രേ ഉള്ളൂ. സച്ചി നാട്ടീന്ന് മടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വിവാഹം നടത്തണം സുദർശൻ ചേട്ടാ. ഉറപ്പായിട്ടും മാഡം, നമുക്കത് ചെയ്യാം. സമ്മതമാണ് എനിക്ക്. അപ്പൊ ശരി, കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഫോൺ വയ്ക്കേ. ശരി മാഡം, താങ്ക് യു. ഞങ്ങളിവിടെ അമ്പലത്തിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. മോളുടെ ബോസിന്റെ വീട്ടുകാര് അമ്പലത്തിൽ പൂജയോ മറ്റോ നടത്തുന്നുണ്ട്. അതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ? അതെ മാഡം, അദ്ദേഹം തന്നെ. അദ്ദേഹമാണ് മോളുടെ ഓഫീസിലെ ബോസ്. ആഹാ, അദ്ദേഹം അതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഓ, സച്ചിയുടെ സുഹൃത്ത് അദ്ദേഹം. നല്ല ക്ലോസാ രണ്ടാളും ഇപ്പോ. അതെയോ? വാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം.
വീട്ടിൽ പൂജ നടന്ന ദിവസം ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചില്ലേ, അപ്പൊ ഞാൻ ശ്രീലക്ഷ്മിയുടെ അച്ഛനെ കുറിച്ച് എല്ലാം വിശദമായിട്ട് ചോദിച്ചു. അദ്ദേഹം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് ദേവികറാണി പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം കടയിൽ ജോലിക്ക് പോകുന്നില്ല, വേണ്ടത്ര വിശ്രമം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് അല്പം ധൈര്യവും കൂടുതലാണ്. ഓ, ഇന്ന് ശ്രീലക്ഷ്മിയും അവളുടെ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോ അവസരം നോക്കി ഈ അമ്പലം സാക്ഷി നിർത്തി ഞാൻ അദ്ദേഹത്തോട് എല്ലാം തുറന്നു പറയും. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നീ നോക്കൂ, ഇന്ന് എന്റെ ഒരു പെർഫോമൻസ്. വെരി വെരി ഗുഡ്. എല്ലാം സാറ് വിചാരിക്കും പോലെ നടക്കട്ടെ. ഓൾ ദ വെരി വെരി ബെസ്റ്റ്. ഒന്ന് അനങ്ങി നടക്ക് സരോജം. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ളതാ, ധൃതിയിൽ എവിടെയെങ്കിലും പോകുമ്പോ കോളനിയിലെ പെണ്ണുങ്ങൾ വന്ന് കിന്നാരം പറഞ്ഞ സംസാരിച്ചോണ്ട് നിൽക്കരുതെന്ന്. അതെങ്ങനെയാ? പുതിയ സാരി ഉടുക്കുമ്പോ അത് നാലാളെ കാണിക്കണമെന്നുണ്ടല്ലോ അല്ലേ? അതെ, അവളുമാരെ എന്റെ പുതിയ സാരി കാണിക്കണമെന്ന് വെച്ച് തന്നെയാ ഞാൻ വാചടിച്ചോണ്ട് നിന്നത്. സരോജത്തിനെ അല്പം പത്രാസൊക്കെ ഉണ്ടെന്ന് എല്ലാരും അറിയട്ടെ. അല്ല പിന്നെ ആഹാ, കെട്ടിയവനും കെട്ടിയവളും കൂടി ഒരുങ്ങിക്കെട്ടിയത് എങ്ങോട്ടാണോ? സുദർശൻ ചേട്ടന് സുഖം തന്നെ അല്ലേ? കോളനിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സരോജമ്മേ? പുത്തൻ സാരിയാണെന്ന് തോന്നുന്നല്ലോ, പക്ഷേ ഇത് നിങ്ങൾക്കൊട്ട് ചേരുന്നില്ല കേട്ടോ. ഏതോ ഫുട്പാത്തിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ പെങ്ങൾ ഉടുക്കുന്ന സാരി ആയിരിക്കും ഫുട്പാത്ത്. ഇത് നല്ല ഒന്നാന്തരം വില പിടിപ്പുള്ള ഐറ്റാ. 3900 രൂപ. അയ്യേ, 3900 രൂപയാ? നിങ്ങളെ ആരോ പറ്റിച്ചല്ലോ. ഇത് കണ്ടറിയാം, കൂടിപ്പോയ ഒരു 350-400. അതിൽ കൂടിയ നഷ്ടക്കച്ചവടാ. കുറച്ചു ദിവസങ്ങളായിട്ട് കോളനിയിൽ ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു. ചിലര് മടങ്ങി വന്നല്ലോ. ഇന്നത്തോടെ അതിനൊരു തീരുമാനമായി. ഓഹോ, ഞാൻ മടങ്ങി വരില്ല എന്ന് കരുതി രണ്ടുപേര് സൂചിച്ചിരിക്കായിരുന്നല്ലേ? നടന്നത് തന്നെ. അല്ല, അതിരിക്കട്ടെ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ച് പൊളിച്ചോ രണ്ടാളും? അതെ അതെ, അടിച്ചു പൊളിച്ചു തന്നെ ആഘോഷിച്ചു. കാരണം അപ്പ വീട്ടിൽ വന്ന് എത്തി നോക്കാനും പരദൂഷണം പറയാനും ആരും ഇല്ലായിരുന്നു അവിടേക്കും. എത്തി നോട്ടക്കാരും പരദൂഷണക്കാരും എല്ലായിടത്തും ഉണ്ടാവും സരോജമ്മേ. പക്ഷെ നമ്മുടെ മനസ്സ് നന്നായിരുന്ന യാതൊരു കുഴപ്പവും വരില്ല. അതാണ് ജീവിതത്തിന്റെ രഹസ്യം തന്നെ. അത് ഏതോ വലിയ മഹാന്മാര് പറഞ്ഞ വാക്കുകളാ. അത് പറയാനുള്ള യോഗ്യതയൊന്നും തന്റെ നാവിനില്ല ത്രിവിക്രമ. വഴി മുടക്കാതെ പോവാൻ നോക്ക്. ഞങ്ങളെ ഒരു സവാരിക്കിറങ്ങിയതാ, ശകനം മുടക്കരുത് പ്ലീസ്. ആഹാ, നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഈ ശൗര്യമൊക്കെ നിങ്ങളുടെ മോളുടെ കല്യാണം നടത്തുന്ന കാര്യത്തിൽ കാണിക്കാത്തെന്താ? ഈ നൂറ്റാണ്ടിലെങ്കിലും വല്ലതും നടക്കുവോ? അതോ മൂക്കി പല്ല് മുളച്ച് ആരെയും കിട്ടാതെ വരുമ്പോ വീണ്ടും എന്റെ മോൻ തന്നെ കെട്ടേണ്ടി വരുമോ അതിനെ? ആർക്കറിയാം അല്ലേ? അത് ശരിയാ, അവന് ഞാൻ എന്റെ മകളെ കൊടുത്തേനെ. പക്ഷേ അവൻ നിന്റെ മകനായിപ്പോയി. ആ ഒറ്റ കാരണം കൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. അതെ അതെ, നമ്മുടെ മോളെ നിങ്ങളുടെ വീട്ടിലെ മരുമോളെ അയക്കുന്നതിലും ഭേദം വല്ല കടലിലും കൊണ്ടുപോയി കളയുന്നതാ. കറക്റ്റ്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല ത്രിവിക്രമ. ഇപ്പോ ഇവിടെ വെച്ച് എന്റെ ഒരു വെല്ലുവിളിയാണെന്ന് കൂട്ടിക്കോ. നീ എന്നെ ഇപ്പൊ കളിയാക്കിയില്ലേ ഞങ്ങളുടെ മോളുടെ കല്യാണം ഈ നൂറ്റാണ്ടിലെങ്കിലും നടക്കുമെന്ന്? എന്നാ നീ കേട്ടോ, ഇന്ന് ഞാൻ എന്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കും. അതും പരമയോഗ്യനായ ഒരു ചെറുപ്പ. കൂടപ്പറപ്പാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല പപ്പി. ഈ ത്രിവിക്രമൻ പണി കൊടുക്കുമെന്ന് തീരുമാനിച്ച പണി കൊടുത്തിരിക്കും.
കുറച്ചുകൂടി കുടിക്കൂ. വെള്ളം കുടിക്കുന്നത് നല്ലത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. വേണമെങ്കിൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. നോ പ്രോബ്ലം. ഏയ് ഒന്നുമില്ല സാർ. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു വന്നല്ലേ, അതിന്റെ ക്ഷീണമായിരിക്കും. അല്പനേരം ഇരുന്ന എല്ലാം ശരിയാവും. നീ അവളോട് സംസാരിച്ചോ? സംസാരിക്കാൻ ശ്രീലക്ഷ്മി, ധൃതി കാണിക്കാതെ. നേരത്തെ പോയപ്പോ ആള് മിസ്സായി പോയി, അതുകൊണ്ടാ. ദേ, പൂനെയിലേക്ക് മടങ്ങി പോവാൻ നീ ധൃതി കാണിക്കുന്നില്ലേ? അപ്പോ വിവാഹത്തിന് ഞാനും ധൃതി കാണിക്കും. നീ ഉടൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കണം. അപ്പോ ഈ അമ്മയുടെ ഒരു കാര്യം. ശരി, ആദ്യം ഈ പൂജയൊക്കെ നടന്നിട്ട് ആ കുട്ടി ഒന്ന് പുറത്തിറങ്ങട്ടെ. അവസരം നോക്കി ഞാൻ സംസാരിച്ചോളാം. വാക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ക്ഷീണം മാറി സാർ. നല്ല ആശ്വാസമുണ്ട് ഇപ്പോ. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കകത്ത് കയറാം. അത് എനിക്ക് ശ്രീലക്ഷ്മിയുടെ അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെന്താ സാർ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അത് പിന്നെ ശ്രീലക്ഷ്മിയുടെ അച്ഛന് എപ്പോഴെങ്കിലും എന്നോട് വിരോധം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ശ്രീലക്ഷ്മിയുടെ അച്ഛന് എന്നെ കുറിച്ചുള്ള അഭിപ്രായം? ഒന്ന് നിൽക്കോ? ഹായ്. ഹലോ. എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ സച്ചി. അന്ന് വീട്ടിൽ വന്നിരുന്നു. ആ, അറിയാം. സച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് നമുക്കൊന്ന് പുറത്തുപോയി സംസാരിച്ചാലോ? ദീപാരാധനയ്ക്ക് ഇനി സമയമുണ്ട്. ഞാൻ സാറിനെ വിശ്വസിക്കുന്നു. യുദ്ധത്തിൽ അർജുനൻ കൃഷ്ണനെ വിശ്വസിച്ചതുപോലെ ഞാൻ സാറിനെ വിശ്വസിക്കുന്നു. എനിക്ക് സാറാണ് ദൈവം. ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് മോൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ സാറ് വേണം അവളോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് സാറ് വാക്ക് തരണം. വാക്കിന് ജീവനേക്കാൾ വില കൊടുക്കുന്ന ആളാണ് സാറെന്ന് എനിക്കറിയാം. വാക്ക് തരൂ സാർ, പ്ലീസ്. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ
വിഷമിക്കണ്ട. ഈ വിവാഹം ഞാൻ നടത്തിക്കൊടുക്കാം. അതിനുണ്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം. എന്നാൽ സത്യം ചെയ്യൂ സാർ. മരിക്കുമ്പോ സാറിന്റെ വാക്ക് വേണം. എനിക്ക് മോക്ഷം നൽകാൻ. രാജാറാം, പ്ലീസ്. സാർ, സച്ചിയുടെ മോളുടെ വിവാഹം നടത്തി തരാമെന്ന് വാക്ക് തരൂ സാർ. പ്ലീസ് സാർ, ഒരു വാക്ക്. എന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി. രാജാറാം, രാജാറാം, എഴുതേക്കൂ. സുഷ്മേഷ, വാക്കിന് ജീവനേക്കാൾ വില കൊടുക്കുന്ന ആളാണ് സാറെന്ന് എനിക്കറിയാം. വാക്ക് തരൂ സാർ, പ്ലീസ്. അച്ഛനെവിടെ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ചെറിയൊരു സർജറി വേണ്ടിവരുമെന്ന് തോന്നുന്നു. താൻ വിഷമിക്കണ്ട. ഉള്ളിൽ ചെറിയ ക്ലോട്ട് വല്ലതും കാണും. അതെടുത്തു മാറ്റണം. അതിനാ കൊണ്ടുപോയത്. സർജറി കഴിഞ്ഞ് ശ്രീയെ കാണണമെന്ന് പറയാൻ ഏൽപ്പിച്ചിട്ടാ അച്ഛൻ പോയത്. ദാറ്റ്സ് നൈസ്.
പേടിക്കണ്ട ശ്രീ, അങ്കിളിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. ആക്ച്വലി താൻ വിഷമിക്കുന്നുള്ളതാ അങ്കിളിന്റെ ഏറ്റവും വലിയ ടെൻഷൻ. തന്നെ അങ്കിളിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്കിൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. യു ഡോണ്ട് വറി അറ്റ് ഓൾ. ഇതാണോ താൻ അമ്പലത്തിൽ വരാൻ പറഞ്ഞ പെൺകുട്ടി? അതെ സർ. ഞങ്ങളെ രണ്ടാളെ ഒരുമിപ്പിച്ചത് സാറാണ്. ഐ സീ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പ്രായം കൂടുന്തോറും എസ് പറയാൻ പുരുഷന് മടി കൂടും. അതുകൊണ്ട് സ്വന്തം വിവാഹം വൈകിപ്പിക്കേണ്ട എന്നാണ് എന്റെ അഡ്വൈസ്. സർ എന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ പോയി വിവാഹത്തിന് അച്ഛൻ എന്തു പറഞ്ഞു സാറിനോട്? ഒപ്പം താങ്കൾ ഇനി എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത്, ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം എന്നൊക്കെ ഡോക്ടർ ഇപ്പോൾ വന്ന് പറയും. അതൊക്കെ ശരിയായി അനുസരിച്ചാ മതി. അപ്പോഴേ മിനിമം 90+ എങ്കിലും ജീവിക്കാൻ പറ്റൂ. മനസ്സിലായോ ശ്രീലക്ഷ്മിയുടെ അച്ഛന്? മനസ്സിലായി സാർ, അനുസരിച്ചോളാം. ഗുഡ്. ഏത് സമയത്ത് എന്റെ ആവശ്യമുണ്ടോ അപ്പൊ ഞാൻ കൂടെ ഉണ്ടാവും. ടേക്ക് കെയർ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. മോളെ,
എന്തുണ്ട് പിന്നെ? ഞാൻ ഫോൺ വിളിച്ചിട്ട് വണ്ടി വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ സർ. ആക്ച്വലി സാറിനോട് നന്ദി പറയാൻ സമയം കിട്ടിയില്ലായിരുന്നു. പക്ഷേ നന്ദി പറയാതെ പോയാൽ ശരിയാവുകയില്ല. അതുകൊണ്ടാ അന്വേഷിച്ചു വന്നത്. ആ കുട്ടിയോട് എനിക്ക് ചെറിയ പരിചയക്കുറവുണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങ് മാറി. ഇനി അടുപ്പം കൂടാൻ ഈസിയാണെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ എവറിത്തിങ്. എല്ലാം നന്നായി വരും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ സർ. കൃഷ്ണേ, ആ ഉറയും എടുക്ക്. ഞാൻ ഉറയിടാം. താങ്ക്സ്. ഇനി നമുക്ക് അപ്പുറത്ത് മുറി കൂടി വൃത്തിയാക്കണം. ഞാൻ റെഡി. ഇതിനൊക്കെ മായിച്ച് എന്തിനാ താങ്ക്സ് പറയുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. സഹായം ചെറുതായാലും വലുതായാലും സഹായം തന്നെയല്ലേ കൃഷ്ണേ? അപ്പോ ഒരു താങ്ക്സ് ഒക്കെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. സത്യം പറഞ്ഞ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോ ചിറ്റപ്പൻ ഇങ്ങനെ വന്നതാ എനിക്കൊരു വിഷമം കൃഷ്ണേ. ചിറ്റപ്പൻ ഒരു പഞ്ചപാവാ. പക്ഷേ സുദർശൻ അങ്കിളിന് നല്ല വിൽ പവർ ഉണ്ടല്ലോ മായേച്ചി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സുഖമായി വരുന്നുള്ളത് ഉറപ്പാ. അത് മാത്രമല്ല, ഇവിടെ ഇപ്പൊ മായേച്ചി ഉണ്ടല്ലോ. ഒരു പേഷ്യന്റിനെ എങ്ങനെ നോക്കണമെന്ന് ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. നീ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ. ചിറ്റപ്പൻ കുഞ്ഞമ്മയെ ദേഷ്യം പിടിപ്പിച്ച കുഞ്ഞമ്മ ചില സമയത്ത് ചിറ്റപ്പന് ഗുളിക കൊടുക്കാൻ പോലും മറന്നുപോകും. അപ്പൊ ഞാനിവിടെ ഉണ്ടായേ പറ്റൂ. അല്ല, ഈ സർജറി കഴിഞ്ഞാ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും മായിച്ചി? അത് സർജറിയുടെ സ്വഭാവവും പേഷ്യന്റിന്റെ കണ്ടീഷനും അനുസരിച്ചിരിക്കും കൃഷ്ണ. ആക്ച്വലി ഞാനല്ല, ആരായാലും ഇതൊക്കെ ചെയ്യും ശ്രീലക്ഷ്മി. ഞാനും നമ്മുടെ രവിവർമ്മൻ സാറും ഒക്കെ അല്പം മനുഷ്യപ്പറ്റുള്ളവരാണെന്ന് കരുതിയാൽ മതി. അപ്പൊ ശരി, കാണാം നമുക്ക്. ശരി. ശ്രീ, ഇത്തരം സന്ദർഭത്തിൽ ഇത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ അമ്പലത്തിൽ വന്നത് തന്നോടൽപ്പം സംസാരിക്കാനായിരുന്നു. ശ്രീജി, ശ്രീജി, അച്ഛനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? അതെ ദേവ്, കൊണ്ടുവന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് അങ്കിളിന്? കുറവുണ്ട്. ഞങ്ങള് വീട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാ റേഷൻ കടയില് പഞ്ചസാര വന്ന കാര്യം കേട്ടത്. പിന്നെ ഇപ്പോ വൈകിട്ട് വരാന്ന് കരുതി. അച്ഛന് കുഴപ്പമൊന്നുമില്ല. എന്നാ ശരിയപ്പോ നമുക്ക് കാണാം. യമുന വാ. ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ അങ്ങോട്ട് സൂചിപ്പിച്ചിട്ടും അവളൊന്നും ചോദിക്കാതെയാണല്ലോ പോയത്. ഇനി അങ്കിളിന് വയ്യാത്തിന്റെ ടെൻഷൻ കൊണ്ടായിരിക്കും. വീണ്ടും തിരികെ വിളിക്കുന്നത് ശരിയല്ല. ആദ്യം അങ്കിൾ നോർമൽ ആവട്ടെ, പിന്നെ സംസാരിക്കാം. അത് മതി. രാജാറാം സാറിന്റെ സംസാരത്തിന്റെ സ്റ്റൈല് കേട്ടാൽ തന്നെ അറിയാം പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന്. എന്തിനായിരിക്കും രാജാറാം സാറ് എന്നെ ഇങ്ങനെ രവിവർമ്മൻ സാറിൽ നിന്നും അകറ്റി നിർത്തുന്നത്? ഞാൻ ഇപ്പൊ തന്നെ രവിവർമ്മൻ സാറിനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയാലോ?
സോറി, വന്ന് സാന്ദ്ര മേഡത്തിന് ഈ രാജാറാം സാറിനെ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. ഇതേ കണ്ടില്ലേ, സ്വന്തം ഫോണ് പോലും എന്നെ ഏൽപ്പിച്ചിട്ടാ രവി സാർ റെസ്റ്റ് എടുക്കാൻ പോയത്. ഹി നീഡ്സ് ആബ്സല്യൂട്ട് റെസ്റ്റ്. സോറി രാജാറാം സർ, ഞാൻ അറിയുന്നില്ലല്ലോ ആ സാറിന്റെ ഫോൺ ഈ സാറിന്റെ കയ്യിലാണെന്ന്. ആക്ച്വലി ഒരു ഇറ്റാലിയൻ കമ്പനിയുടെ പ്രോജക്ട് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതാണ് സാറിനെ കണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. സോറി, ലക്ഷണം കണ്ടിട്ട് രവിവർമ്മൻ സാറിന്ന് ഓഫീസിൽ വരാനും ഫയല് നോക്കാനും സാധ്യതയില്ല. പിന്നെ ഇതൊരു പ്രപ്പോസൽ മാത്രമല്ലേ, പ്രൈമറി ഡിസ്കഷൻസ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റിനും ആവാലോ. രവിവർമ്മൻ സാർ ഓഫീസിലില്ലെങ്കിലും അതേ അധികാരത്തിലും അവകാശത്തിലും മാഡം ഓഫീസ് മാനേജ് ചെയ്യുമെന്നുള്ള പരിപൂർണ ബോധ്യം സാറിനുണ്ട്. പിന്നെ എന്തിനാ മാഡം പേടിക്കുന്നത്? അടിപൊളിയായിട്ടുണ്ട് രാജാറാം സർ. എന്നെ പുകഴ്ത്തി പുകഴ്ത്തി രക്ഷപ്പെടാനുള്ള ശ്രമം. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ സാറ് പറഞ്ഞതെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. രവിവർമ്മൻ സാറ് വീട്ടിൽ വിശ്രമിക്കട്ടെ, ഞാൻ ഓഫീസിലേക്ക് പോവാ. സത്യം പറഞ്ഞ ഞാൻ ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. സാറ് വീട്ടില് കുറച്ചു സമയം സ്വസ്ഥമായിട്ടിരിക്കുകയും ആരോഗ്യം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. സീ യു രാജാറാം സർ, ബൈ. ഇവര് രണ്ടാളും എന്നിൽ നിന്നും എന്തെല്ലാമോ രഹസ്യമാക്കി വെക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ പറഞ്ഞതെല്ലാം ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങിയെന്നാണ് രാജാറാം സാറിന്റെ വിചാരം. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷെ അവള് കണ്ട അവള് കാണില്ലെന്നേ. അഥവാ അവള് കണ്ടാലും നിന്നെ കാണൂ. അവളുടെ ഹീറോയെ നീയ, നമ്മൾ വെറും സൈഡ് ക്യാരക്ടർ. നീ വാ ഇങ്ങോട്ട്, വാ വാ. നീ ഇത് എവിടെയാ പോയിട്ട് വരുന്നേ? മൊബൈല് ചീത്തയായി, ഇന്നലെ നന്നാക്കാൻ കൊടുത്തിരുന്നതാ, അത് വാങ്ങിച്ചു. അല്ല, നീ എങ്ങോട്ടാ? നല്ല ധൃതിയിലാണെന്ന് തോന്നുന്നല്ലോ. രവിവർമ്മൻ സാറിനെ കാണാൻ. അമ്മ പറഞ്ഞു പോയി ഉടൻ കണ്ട് സംസാരിക്കണമെന്ന്. അമ്മ പറഞ്ഞിട്ട് പോകുന്നെന്നോ? അതെനിക്ക് മനസ്സിലായില്ല. ഇവിടെ സച്ചി എന്നൊരാള് വരാറുള്ളത് നമ്മൾ സംസാരിച്ചില്ലേ? അച്ഛനിപ്പോ അയാളുടെയും അയാളുടെ അമ്മയുടെയും പുറകിലാ എന്നെ കെട്ടിച്ചു കൊടുക്കാൻ. അയാളുടെ അമ്മയാണെങ്കിൽ എന്നെ തന്നെ വേണമെന്ന് ഒരേ പിടിവാശി. ആകെ മൊത്തം ഞാനങ്ങ് ജാമായ അവസ്ഥയിലായിപ്പോയി. അവർക്കാണെങ്കിൽ പയ്യനങ്ങ് നാട് വിട്ട് ജോലിക്ക് പോകും മുമ്പ് കല്യാണം നടത്താനുള്ള ധൃതിയും. ഒടുവിൽ അമ്മ പറഞ്ഞ വഴിയാ ഉടൻ രവിസാറിനെ വിളിച്ചോണ്ട് വന്ന് അച്ഛനോട് സംസാരിപ്പിക്കാൻ. ഞാനിപ്പോ സാറിനെ അക്കാര്യം പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പോവാ. നന്നായി. ഇനിയെങ്കിലും ഈ കഥ ഒരു കരക്കെടുക്കുന്ന് കരുതല്ലേ. എത്ര നാളായി നടക്കുന്നതാ. ഇപ്പൊ പറയാം നാളെ പറയാന്ന് പറഞ്ഞുള്ള ഈ ഊഞ്ഞാലാട്ടം. ഇനി എല്ലാം ശുഭമായി നടക്കും. എനിക്കും അങ്ങനെ കൃഷ്ണ, ഒരു ആത്മവിശ്വാസം. പ്രത്യേകിച്ചും അമ്മയുടെ ഈ സപ്പോർട്ട് ഇത്ര സ്ട്രോങ് ആവുന്ന ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എല്ലാം സംഭവിക്കുന്നത് നല്ലതിനായിരിക്കും അല്ലേ? തീർച്ചയായും. ഇനി എന്റെ പെണ്ണിന് ഒരു സങ്കടം ഉണ്ടാവില്ല. ഇന്ന് ഈ സമയം മുതല് നിന്റെ സമയം തെളിഞ്ഞിരിക്കുക. ഈ സച്ചി കിച്ചി പിച്ചി എന്നൊക്കെ പറയുന്നവൻ പോയിട്ട് സാക്ഷാത് രവിചന്ദ്രവർമ്മൻ തന്നെ ഇനി നിന്റെ ജീവിതത്തിൽ താലി ചാർത്താനെത്തും. 10 പെറ്റ് പണ്ടാരെ ഉടങ്ങാൻ എന്റെ അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ. മോടി വൃത്തികെട്ടവള്. 10 പേർന്നതും പണ്ടാരടങ്ങുന്നൊക്കെ നീ ആയിരിക്കും. അവളുടെ ഒരു ഡയലോഗ്. ഞങ്ങളെ നല്ല പൗരബോധമുള്ള ഈ രാജ്യത്തെ ആണും പെണ്ണുവാ. ഞങ്ങൾ രണ്ട് നമുക്കൊന്ന് എന്ന ഞങ്ങളുടെ തീരുമാനം. അതൊരാണാണെങ്കിൽ നിന്റെ മോളെ കൊണ്ട് തന്നെ കെട്ടിച്ചേക്കാം. നീ കുറെ സ്ത്രീധനൊക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടിരുന്നോ? ഓഹോ, അത് ശരി. അപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യത്തില് പൗരബോധമൊന്നും ഇല്ലല്ലേ? അതെവിടെ തന്നെ ആയാണാവോ?
ആ എന്നാ പിന്നെ നീ ന്യായവും ചോദിച്ചോണ്ടിരുന്നോ. എന്റെ മോന് വേറെ പെണ്ണന്വേഷിക്കാൻ പോവാ. ടാറ്റാ. സൂക്ഷിച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് മോൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ സാറ് വേണം അവളോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. വാക്കിന് ജീവനേക്കാൾ വില കൊടുക്കുന്ന ആളാണ് സാറെന്ന് എനിക്കറിയാം. വാക്ക് തരൂ സാർ, പ്ലീസ്. അത് പറഞ്ഞു കഴിഞ്ഞു ശ്രീലക്ഷ്മി. താൻ സച്ചിയെ വിവാഹം കഴിക്കുന്നതാണ് ശരി. അതേ സംഭവിക്കാവോ? അതേ സംഭവിക്കൂ. അങ്ങനെ നടന്നാം താൻ സന്തോഷത്തോടെ ഇരിക്കും ശ്രീലക്ഷ്മി. വളരെ വളരെ സന്തോഷത്തോടെ ഇരിക്കും ജീവിതത്തിൽ. ശ്രീലക്ഷ്മി സച്ചി ശ്രീലക്ഷ്മി, അതാണ് പെയർ, അതാണ് ഫെയർ, അതാണ് നല്ലത്. സച്ചി ശ്രീലക്ഷ്മി, അതാണ് പെയർ, അതാണ് ഫെയർ. സച്ചി ശ്രീലക്ഷ്മി, സച്ചി ശ്രീലക്ഷ്മി, സച്ചി ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി സച്ചി, അതാണ് നല്ലത്, അതാണ് ശരി, അതാണ് നല്ലത്, അതാണ് നല്ലത്. അതാണ് ശരി. വിശ്വാസം എന്ന വാക്ക് സാർ മറന്നുപോയെന്ന് തോന്നുന്നു. തമാശയ്ക്ക് പോലും സാർ ഇങ്ങനെ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. സാറിന് എന്താ പറ്റിയത്? ശ്രീലക്ഷ്മി, അത് ഞാൻ പിന്നെ അത് എന്തു പറ്റി സാറിന്? സാർദേ എന്നെ നോക്ക്. സാർ എന്തിനെങ്ങനെ തല കുനിച്ചു നിൽക്കുന്നേ? എന്റെ രവി സാറ് തല കുനിച്ചു നിൽക്കാൻ പാടില്ല. സാർ സാറിന്റെ മുഖത്ത് നോക്കൂ പ്ലീസ്. എല്ലാം നല്ലതിനു വേണ്ടിയാണ് ശ്രീലക്ഷ്മി. തന്റെ ജീവിതം സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. താൻ സച്ചിയെ മതി.
സ്റ്റോപ്പ്. പറഞ്ഞത് ഇനി ആവർത്തിക്കണമെന്നില്ല. ശ്രീലക്ഷ്മി, 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 സ്റ്റോപ്പ്. റിലാക്സ് ശ്രീലക്ഷ്മി, ബി കൂൾ. തനിക്ക് നല്ലതേ വരാവൂ എന്നാണ് എന്റെ ആഗ്രഹം. ഇവിടെ തർക്കിച്ച് കരഞ്ഞുകൊണ്ട് പോകേണ്ട ഒരാവശ്യമില്ല. ഇറ്റ്സ് ഓൾ ഫോർ യുവർ ബെറ്റർ ലൈഫ്. ബെറ്റർ ലൈഫ് വിത്തൗട്ട് യു. വേദനിക്കുമ്പോ ചിരിച്ചോണ്ട് സംസാരിക്കാൻ ഞാൻ ഇനിയും പഠിച്ചിട്ടില്ല സർ. ഓക്കെ ഫൈൻ, ഇനി ഞാൻ അതും പഠിച്ചോളാം. സാറിപ്പോ പഠിപ്പിക്കാൻ ശ്രമിക്കല്ലേ? സത്യം പറയൂ സർ, സാർ സത്യമായിട്ട് എന്നെ ഈ ജീവിതത്തിൽ പ്രണയിച്ചിട്ടുണ്ടോ? ഡിഡ് യു എവർ ലവ് മീ ഇൻ യുവർ ലൈഫ്? ഡിഡ് യു? എന്തിനാ രവി ഈ ത്യാഗം? ആർക്ക് വേണ്ടി? ഹലോ. സോറി, ഞാൻ ഒരുപാട് ലേറ്റ് ആയില്ലല്ലോ. അച്ഛൻ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? സോറി, തന്നെ വീട്ടിൽ വന്ന് കാണുന്നതിന് പകരം ഇവിടെ വന്ന് കാണേണ്ടി വന്നു. തനിക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? സത്യം പറഞ്ഞ ഞാൻ അല്പം എക്സൈറ്റഡ് ആണെന്ന് പറയാം. അതിനോടൊപ്പം ചെറിയ മടിയും നാണമൊക്കെ ഉണ്ട്. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. സച്ചിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യത്തിൽ തന്റെ അഭിപ്രായം അറിയണമെന്നുണ്ട്. നമ്മുടെ വിവാഹ കാര്യത്തിൽ തന്നെ. എന്തിനാ ഞാനിപ്പോ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് താനിപ്പോ കരുതും. ബട്ട് ഐ എം ഷുവർ ഇത് ചോദിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ വീട്ടുകാരുടെ സെന്റിമെന്റ്സും പ്രഷറും എല്ലാം അറിയാം, എനിക്ക് മനസ്സിലാവും. പക്ഷേ അതിനേക്കാളെല്ലാം എനിക്ക് പരമപ്രധാനം തന്റെ സമ്മതമാണ്. ആക്ച്വലി ഐ എം ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ്. തനിക്ക് നമ്മുടെ രണ്ടുപേരുടെ വീട്ടുകാരുടെ തീരുമാനത്തോട് യോജിപ്പുണ്ടോ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം. തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ അല്ലയോ? എന്താണ് തന്റെ അഭിപ്രായം? ആർ യു ഹാപ്പി വിത്ത് ദിസ് പ്രപ്പോസൽ?
നമ്മുടെ വീട്ടുകാരുടെ തീരുമാനം തനിക്ക് ഓക്കെ ആണോ? എന്ത് പറയുന്നു? എന്റെ അഭിപ്രായമാണോ ചോദിക്കുന്നത്? അതെ, നമ്മുടെ രണ്ടാളുടെയും ജീവിതത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനമല്ലേ? അതെ, ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ് യു. തനിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് വേണം പറയാൻ. യെസ് പറയാൻ എളുപ്പമാണ്, വെറും 2-3 അക്ഷരം മതി. പക്ഷേ പിന്നീട് നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോ ഇതൊരു ഭാരമായി തനിക്ക് തോന്നാൻ പാടില്ല. അതിനാണ് ആദ്യമേ ഈ കാര്യം വ്യക്തമായി ചോദിക്കുന്നത്. ഈ പ്രപ്പോസൽ മുന്നോട്ട് പോകുന്നത് തന്റെ പൂർണ്ണമായ സമ്മതം കിട്ടിയ ശേഷം മാത്രമായിരിക്കും. എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി താനാണ് സംസാരിക്കേണ്ടത്. എനിക്ക് സമ്മതമാണ്. അവള് നല്ല ഒന്നാന്തരം മരുമകളായിരിക്കുമെന്നും കേട്ടു. ശരി ശരി, ഇതൊക്കെ ഏത് മഹതി പറഞ്ഞാണെന്ന് എനിക്കറിയാം. ബാക്കി പഴംപുരാണമൊക്കെ ഞാനങ്ങ് വന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ ഫോൺ വെക്കാം. ബൈ. സോറി ശ്രീലക്ഷ്മി, അമ്മ അല്പം ഓവർ എക്സൈറ്റഡ് ആണ്. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ആ. രവി, രവി, എടാ വണ്ടി എടുക്ക്. രവി, നീ എന്തായി കാണിക്കുന്നത്? എന്തോ നാളെ ഇതൊക്കെ? നീ വണ്ടി എടുക്ക. നീ എന്താ അവളെ വീട്ടിലേക്ക് ഫോളോ ചെയ്യാൻ പോവാണോ? രവി,
രാജകുമാരൻ എത്തിയല്ലോ. എന്തു പറഞ്ഞു നിന്റെ ആ രാജകുമാരി? ഞാനൊന്ന് അകത്തോട്ട് കയറിക്കോട്ടെ ശ്രീലക്ഷ്മി. ഇതെന്തിനാ ഇങ്ങനെ നടമറിഞ്ഞിരിക്കുന്നേ? നീ മറുപടി പറഞ്ഞിട്ട് അകത്ത് കയറിയാ മതി. അത്ര ജാട കാണിക്കണ്ട. പറയാം ശ്രീലക്ഷ്മി. ഞാൻ ആദ്യം ഒന്ന് അകത്തേക്ക് കയറട്ടെ പ്ലീസ്. ശ്രീലക്ഷ്മി പിണങ്ങണ്ട. വാ പറയാ ഞാൻ. വാ വാ. ആ കുട്ടി സമ്മതിച്ചു. ശ്രീലക്ഷ്മി, ലുക്ക് അറ്റ് ദിസ് ശ്രീലക്ഷ്മി. ഇതാണ് രാജനന്ദിനി ഫാബ്രിക്സ്. രാജനന്ദിനി കമ്പനിയല്ല. യു നോ വാട്ട്സ് ദ ഡിഫറൻസ്? അറിയാം സർ. രാജനന്ദിനി ആൻഡ് കമ്പനിയിൽ നിന്നും പുതിയതായി രജിസ്റ്റർ ചെയ്തതാണ് രാജനന്ദിനി ഫാബ്രിക്സ് എന്ന ഇൻഡിപെൻഡന്റ് സ്ഥാപനം. കറക്റ്റ്. ഇത് തനിക്ക് തരാൻ കാരണം തനിക്ക് ആവശ്യമുള്ള പല റെഫറൻസും ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. ചെക്ക് ദിസ്, കം ഓൺ. നോക്ക്. യു ക്യാൻ ഗോ ത്രൂ ദിസ്. അല്ല, മുമ്പ് താനൊരു ഡൗട്ട് വെച്ചില്ലേ? ചിലപ്പോ ഈ ഫയൽ പരിശോധിച്ചാൽ ആ ഡൗട്ട് ക്ലിയർ ആവും. ടേക്ക് ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ശ്രീലക്ഷ്മി, അല്ലെങ്കിൽ ഈ ലെഡ്ജർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിൽ ചില പേപ്പേഴ്സ് ഉണ്ട്. ചിലപ്പോ അത് തന്നെ സഹായിക്കും. സർ, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഫയൽ ഞാൻ എടുത്തോട്ടെ? ഓഫ് കോഴ്സ് ശ്രീലക്ഷ്മി. ഇതെല്ലാം തനിക്ക് നൽകാൻ കൊണ്ടുവന്നതാ. ഞാനിത് വേറെ ആരെയും തൊടാൻ സമ്മതിച്ചിട്ടില്ല. എവറിത്തിങ് ഈസ് യുവേഴ്സ്. എടുത്തോ 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 എടുത്തോ, മുഴുവനും എടുത്തോ. എടുത്തോ, മുഴുവനും എടുത്തോ. ആ, താനെടുത്തോ. എടുത്തോ എടുത്തോ. പക്ഷെ ഒരു പേജ് കയറിപ്പോയിരിക്കുന്നു. ഇതിൽ ഒരു പേജ് കാണാനില്ലല്ലോ. ഒരു പേപ്പർ, ഒരു പേജ് എവിടെ? പേജ് എവിടെ? ഇതിലെ പേജ് എവിടെ? സർ, ആ പേജ് എവിടെ? സർ, ആ പേപ്പർ കാണുന്നില്ല. ആ പേപ്പർ കാണുന്നില്ലല്ലോ. പേജ് എവിടെ? അതിൽ ആ പേജ് കാണുന്നില്ല. ആ പേപ്പർ എവിടെ? ഇതിൽ ആ പേപ്പർ ഇല്ല. ആ പേപ്പർ എവിടെ? സർ, ആ പേജ് എവിടെ? സർ, ആ പേജ് എവിടെ? കാണുന്നില്ല. സർ, ആ പേജ് എവിടെ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ സ്ഥലം വേറൊരാളുടെ സ്വന്തമാകാനാണ് സാധ്യത. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല ശ്രീലക്ഷ്മി. യെസ്,
ജസ്റ്റ് 1 പേജ്, a single paper. ആ പേജ് കൂടി കിട്ടിയ രാജനന്ദിനി വെയർഹൌസ് രവി സാറിന്റെ പേരിൽ തന്നെ വന്നു ചേരുന്ന ഉറപ്പാ. എനിക്ക് സാറിന്റെ സ്വന്തമാവാൻ കഴിയില്ലായിരിക്കും, പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലം സാറിന്റെ സ്വന്തമാക്കി കൊടുക്കും ഞാൻ. ദാറ്റ്സ് എ പ്രോമിസ്. ഈ സ്ഥലം മാത്രമല്ല, തന്നെ നഷ്ടപ്പെട്ടാലും എനിക്കങ്ങനെ തന്നെ താങ്ങാൻ പറ്റില്ല. അതിന് താലി കെട്ടുന്നതിന് മുമ്പ് ഭർത്താവാകുന്നത് എങ്ങനെയാ മനുഷ്യ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അയ്യോ, നിന്റെ അമ്മയ്ക്ക് എന്തു പറ്റി മോളെ? എല്ലാത്തിനും തർക്കുത്തരം പറയാൻ നിൽക്കുകയാണല്ലോ രാവിലെ. എടി സരോജം, കുഞ്ഞു വയറ്റിനുള്ളിലുണ്ടെങ്കിൽ അത് ജനിച്ചില്ലെന്ന് വെച്ചാൽ അത് കുഞ്ഞല്ലാതാകുമോ? നിങ്ങൾ ഒരുമാതിരി. ഇനി ഇതിൽ തർക്ക വിതർക്കങ്ങളില്ല. ഇനി താലികെട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ആ, എന്റെ മകൾക്ക് സച്ചി തന്നെയാണ് ഭർത്താവ്. എതിർപ്പുണ്ടെങ്കിൽ എന്റെ മോള് പറയട്ടെ ഈ നിമിഷം. അച്ഛാ, ഇന്ന് തന്നെ ഞാൻ ഓഫീസിൽ സംസാരിച്ച് റെസിഗ്നേഷൻ ലെറ്റർ റെഡിയാക്കാം. അച്ഛൻ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പോയിട്ട് വരാം. ഇതാണ് സുദർശനന്റെ മകള്. മായേ, നീ ആ മരുന്ന് വല്ലതുണ്ടെങ്കിൽ എടുത്തേ. ശരി ചിറ്റപ്പ. എന്താടി ഇത്? നീ കരയുന്ന എന്തിനാ? നീ തെറ്റിദ്ധരിച്ചത്. ഇത് ആനന്ദ കണ്ണീര്. രവിചന്ദ്രവർമ്മൻ ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോയതിന്റെ ആനന്ദ കണ്ണീർ. രവിചന്ദ്രവർമ്മൻ പിരിഞ്ഞു പോയെന്നോ? നീ എന്തോന്നാ ഈ പറയുന്നത്? വാസ്തവം. ഇന്നലെ സന്തോഷത്തോടെ നിന്റെ മുൻപിലൂടെ തുള്ളിച്ചാടി ഞാൻ പോയില്ലേ, ആ ശ്രീലക്ഷ്മി അല്ല ഞാനിന്ന്. രവിവർമ്മൻ സാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സച്ചയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാ. ഞാനത് ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നു. അതാണ് ഇന്നെന്റെ വിശേഷം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രവിവർമ്മൻ സാറ് നമ്മുടെ അല്ലടി. രവിവർമ്മൻ സാറ് രവിവർമ്മൻ സാറിന്റെ മാത്ര. എനിക്കും സാറിനും ഇടയിൽ 25 വർഷത്തിന്റെ വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പോഴാ സാറിന് പെട്ടെന്ന് ബോധം വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും സാറിനെ ചെറുപ്പക്കാരനായ സച്ചിയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. എന്ത് ബോധം വന്നതാണെങ്കിലും ശരി, ഇതല്പം കടുത്ത കൈയായി പോയെന്ന് ഞാൻ പറയൂ. അങ്ങേരെ കാണാൻ നല്ല പൊക്കമുള്ള മനുഷ്യനാ, പക്ഷെ മനസ്സിനും ആ പൊക്കം ഉണ്ടെന്ന് ഞാൻ കരുതി. പക്ഷെ ഇങ്ങനെ നൈസായിട്ട് തേച്ചിട്ട് പോകുന്ന ഒരുത്തനാണെന്ന്
പ്ലീസ് അങ്ങനൊന്നും നീ സാറിനെ കുറിച്ച് പറയരുത്. കേട്ട സഹിക്കില്ല എനിക്ക്. ഇനി എന്തൊക്കെ പറഞ്ഞ് എന്നെ തള്ളി മാറ്റിയാലും ഈ ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും പതിഞ്ഞു പോയ മുഖം സാറിന്റേതാ. ആ കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം